തൃക്കാർത്തിക ദിവസമായി ഇന്ന് ശബരിമലയിൽ തീർത്ഥാടന തിരക്ക്. നട തുറന്ന ആദ്യ മണിക്കൂറിൽ ദർശനം നടത്തിയത് 15,000-ഓളം ഭക്തരാണ്. MG പ്രതീഷ് സന്നിധാനത്ത് ചേരുന്നു. പ്രതീഷ്, ഗുഡ് മോർണിംഗ്. അപ്പോൾ എന്താണ് രാവിലെ സന്നിധാനത്തെ സമ്പൽ സമൃദ്ധമായ ഐശ്വര്യപൂർവ്വമായ കാഴ്ച? ഹാഷ്മി, തൃക്കാർത്തിക ദിവസമാണ്. പുലർച്ചെ നട തുറന്നത് മുതൽ വലിയ തീർത്ഥാടന തിരക്ക് ശബരിമലയിൽ അനുഭവപ്പെടുന്നുണ്ട്. ഈ നട തുറന്ന ആദ്യ ദിവസം മുതൽ ആ തിരക്കിന് മാറ്റമില്ല. ഒന്നോ രണ്ടോ ദിവസങ്ങളിൽ തീർത്ഥാടകരുടെ എണ്ണത്തിൽ ചെറിയ കുറവുണ്ടായിരുന്നെങ്കിൽ പോലും അടുത്ത ദിവസം മുതൽ തന്നെ വീണ്ടും തീർത്ഥാടകരുടെ എണ്ണം പഴയപടി തന്നെയാണ്. വലിയ തീർത്ഥാടകരുടെ ഒഴുക്ക് സന്നിധാനത്തേക്കുണ്ട്. പമ്പയിൽ നിന്ന് കൃത്യമായ നിയന്ത്രണങ്ങളോടെയാണ് തീർത്ഥാടകരെ സന്നിധാനത്തേക്ക് കയറ്റിവിടുന്നത്. ഇന്ന് 7 മണിവരെ 23,000 ഭക്തർ സന്നിധാനത്ത് എത്തി എന്നതാണ് പോലീസിന്റെ കണക്ക്. ഇന്നലെ 80,370 തീർത്ഥാടകർ ദർശനം നടത്തിയിട്ടുണ്ട്. അങ്ങനെ പ്രതിദിനം 80,000-ന് മുകളിൽ തീർത്ഥാടകരുടെ എണ്ണമാണ് സന്നിധാനത്തുള്ളത്. പക്ഷേ അത്രത്തോളം തീർത്ഥാടകർ സന്നിധാനത്ത് എത്തുന്നെങ്കിൽ പോലും ഭക്തർക്ക് വലിയ ബുദ്ധിമുട്ടുകൾ ഒന്നും തന്നെയില്ല. ഒരുപാട് സമയം കാത്തു നിൽക്കാതെ തന്നെ ദർശനം നടത്താൻ കഴിയുന്നു എന്നതാണ് ഭക്തരെ സംബന്ധിച്ച് ഏറ്റവും ആശ്വാസകരമായ കാര്യം. അടിസ്ഥാന സൗകര്യങ്ങളൊക്കെ ആദ്യഘട്ടങ്ങളെ അപേക്ഷിച്ച് വളരെ മെച്ചപ്പെട്ടിട്ടുണ്ട്. അങ്ങനെ പരാതികളൊന്നും തന്നെ ഇല്ലാതെയാണ് മണ്ഡല മകരവിളക്ക് തീർത്ഥാടനം കാലം മുന്നോട്ട് പോകുന്നത്. നാളെ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ യോഗം തിരുവനന്തപുരത്ത് നടക്കുന്നുണ്ട്. അതിൽ വരാനുള്ളൊരു തീരുമാനം സന്നിധാനത്തെ കേരളീയ സദ്യയുമായി ബന്ധപ്പെട്ടാണ്. ഈ ചൊവ്വാഴ്ച മുതൽ കേരളീയ സദ്യ നൽകുമെന്നതായിരുന്നു ദേവസ്വം ബോർഡിന്റെ പ്രഖ്യാപനം. പക്ഷേ ചില പ്രായോഗിക ബുദ്ധിമുട്ടുകൾ കാരണം അത് മറ്റൊരു ദിവസത്തേക്ക് മാറ്റിവെക്കുകയായിരുന്നു. നാളെ ചേരുന്ന ദേവസ്വം ബോർഡ് യോഗം ഇക്കാര്യത്തിൽ തുടർ നടപടി സ്വീകരിക്കും. ഈ നേരത്തെ പുലാവ് നൽകാനാണ് കരാർ നൽകിയിരുന്നത്. അതുകൊണ്ട് തന്നെ ഇനി കേരളീയ സദ്യ നൽകുമ്പോൾ ആ കരാറുകാരൻ ഏതെങ്കിലും തരത്തിൽ നിയമ നടപടി സ്വീകരിക്കുമോ അല്ലെങ്കിൽ നിയമപ്രശ്നങ്ങൾ ഉണ്ടാകുമോ എന്നതാണ് പ്രധാനമായും ദേവസ്വം ബോർഡും ചർച്ച ചെയ്യുന്നത്. അക്കാര്യത്തിൽ ഉൾപ്പെടെ നാളെ ഒരു തീരുമാനം ഉണ്ടാകും. എന്തായാലും ഈ മണ്ഡല മകരവിളക്ക് തീർത്ഥാടന കാലത്ത് തന്നെ ശബരിമല സന്നിധാനത്തെ കേരളീയ സദ്യ വിളംബം എന്നതാണ് ദേവസ്വം ബോർഡ് ഇപ്പോഴും അറിയിക്കുന്നത്. ഹാഷ്മി. അപ്പോൾ MG പ്രതീഷാണ് സന്നിധാനത്ത് നിന്ന് വിശദാംശങ്ങളുമായി ചേർന്നത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.